1906 അമേരിക്കയുടെ തെരുവുകളിൽ വർഗീയത കത്തിക്കൊണ്ടിരുന്ന കാലം. കറുത്തവനും വെളുത്തവനും ഒരേയിടത്ത് നിൽക്കാൻ പോലും പാടില്ലാത്ത കാലം. പക്ഷേ ലോസ് ആഞ്ചലസിലെ ഒരു പഴകിയ കെട്ടിടത്തിനുള്ളിൽ ലോക ചരിത്രം മാറ്റിമറിച്ച ഒരു തീ പടരുകയായിരുന്നു. അവിടെ ആളുകൾ കരഞ്ഞു, പ്രാർത്ഥിച്ചു, അപരിചിതമായ ഭാഷകളിൽ സംസാരിച്ചു. ചിലർ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ ആത്മാവ്. മറ്റു ചിലർ പറഞ്ഞു, ഇതൊരു ഭ്രാന്ത്. പക്ഷെ ആ സംഭവം പിന്നീട് ചരിത്രത്തിൽ ഇങ്ങനെ അറിയപ്പെട്ടു: അസൂസ സ്ട്രീറ്റ് റിവൈവൽ. ഇന്ന് കോടിക്കണക്കിന് വിശ്വാസങ്ങളുടെ തുടക്കമായ പ്രസ്ഥാനം. 1906 ഏപ്രിൽ 312 നമ്പർ അസൂസ സ്ട്രീറ്റ്, ലോസ് ആഞ്ചലസ്. ഒരു പഴയ കെട്ടിടം, മരം കൊണ്ടുള്ള നിലം, സാധാരണ ഇരിപ്പിടങ്ങൾ. അവിടെ ഒരു മനുഷ്യൻ നിന്നു, വില്യം ജോസഫ് സീമോർ. അദ്ദേഹം അസൂസ സ്ട്രീറ്റ് റിവൈവലിന്റെ പ്രധാന നേതാവായി ലോകമെമ്പാടും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ ലളിതമായിരുന്നു: ദൈവത്തിന്റെ ആത്മാവ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതിനുശേഷം സംഭവിച്ചത് ചരിത്രമായി മാറി. ദിവസവും രാത്രിയും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി. പ്രാർത്ഥനയും കരച്ചിലും ആരാധനയും അത്ഭുത രോഗശാന്തികളുടെ സാക്ഷ്യങ്ങളും. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം മറ്റൊന്നായിരുന്നു. വർഗഭേദമില്ലാതെ ആളുകൾ ഒരുമിച്ച് നിന്നു. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പ്രസംഗിച്ചു. മതിലുകൾ തകർന്നു. മനുഷ്യഹൃദയങ്ങൾ ഒന്നായി. ആ ചെറിയ മിഷൻ ഹാൾ ലോകത്തിനൊരു പുതിയ ആത്മീയ ഭാഷ തന്നു. ഇന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: അസൂസ സ്ട്രീറ്റ് റിവൈവൽ. ഈ അസൂസ സ്ട്രീറ്റ് റിവൈവൽ ഒരു പ്രസ്ഥാനം മാത്രമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിന്റെ ശക്തി ചില പ്രത്യേക കൂട്ടർക്കായി മാത്രമല്ല, മനുഷ്യന്റെ വർണ്ണത്തിനും പശ്ചാത്തലത്തിനും പേരിനും അതീതമാണ്. ഇന്നത്തെ യുവത്വവും വിശ്വാസികളും ഓർത്തിരിക്കുക: ആത്മീയത വലിയ കെട്ടിടങ്ങളിലല്ല തുടങ്ങുന്നത്, വലിയ പ്ലാറ്റ്ഫോമുകളിലല്ല തുടങ്ങുന്നത്. ചെറിയ ഹൃദയത്തിലെ സത്യസന്ധതയിലാണ് അത് തുടങ്ങുന്നത്. വ്യത്യാസങ്ങൾ കൊണ്ട് മതിൽ പണിയരുത്, വിശ്വാസം കൊണ്ട് പാലങ്ങൾ പണിയുക. കാരണം ഒരു ചെറിയ മുറിയിൽ ദൈവം തീ പകർന്നാൽ അത് ലോകം മുഴുവൻ കത്തിക്കും.